Good morning students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് റിക്രൂട്ട്മെന്റ്. അല്ലേ, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് recruitment in HRM is a systematic process for hiring talent. അല്ലേ, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്ക് എന്താണ് ടാലന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആവശ്യമാണ്. അപ്പോൾ അവരെ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ഫുള്ളായിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അല്ലേ, നമുക്കറിയാം എവിടെയൊക്കെയോ ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് നമ്മുടെ ഓർഗനൈസേഷനോട്ട് ജോയിൻ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അല്ലെ, ആ ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. സോ ഇറ്റ് ഈസ് എ ഹയറിംഗ് ടാലന്റ്. It starts from identifying, attracting, then screening, shortlisting and interviewing and selecting, finally hiring the most potential candidate for filling up the vacant job vacancies in an organization. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ we are identifying the persons who are talented or who are most apt to our organization. അല്ലെ, നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആരാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് അട്രാക്ടിങ്. ദെൻ നമുക്കറിയാം കുറെ ആൾക്കാരുണ്ടാവും ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിറ്റിയും കാലിബറും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള. അപ്പൊ അവരെന്ത് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സും അതുപോലെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ദാറ്റ്സ് അട്രാക്ടിങ്. ദെൻ സ്ക്രീനിങ്. ഈ വരുന്ന എല്ലാവരെയും നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, നമുക്ക് സ്ക്രീൻ ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ സ്ക്രീൻ ചെയ്യണം. ദെൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അവരിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ്, ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ 100 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വാളിറ്റി ഇല്ലാത്തവരെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ദെൻ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ നടത്തണം. അല്ലെ, അവർ ആപ്റ്റ് ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ വി വാണ്ട്സ് ടു ഇന്റർവ്യൂ. ദെൻ സെലക്ടിങ് ആൻഡ് ഫൈനലി ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അല്ലെ ബെസ്റ്റ് മോസ്റ്റ് ടാലന്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മുടെ ഓർഗനൈസേഷൻ ആപ്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഹയറിംഗ് ദി മോസ്റ്റ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്. ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ട് എബിലിറ്റിയും കപ്പാസിറ്റിയും കാലിബറും ഉള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫില്ലിംഗ് അപ്പ് ദി വേക്കന്റ് ജോബ് പൊസിഷൻസ് ഓർ വേക്കൻസീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ വേക്കൻസിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ അപ്പോയിൻമെന്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ ഈ ഐഡന്റിഫൈങ് തൊട്ട് നമ്മൾ അവരെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന അല്ലെ ഹയർ ചെയ്യുന്ന വരെയുള്ള ആ വേക്കൻസി ഫില്ല് വരെ ചെയ്യുന്നതിലുള്ള കുറേ പ്രോസസ്സുകളുണ്ട്. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ചെയിൻ ഓഫ് എ പ്രോസസ് ആണ്. business organization, employees are always considered to be their biggest asset. അല്ലെ, നമുക്കറിയാം human resource is the most important asset of every organization. അല്ലെ, each and everything of the organization is determined or decided by the human beings, or they are the most biggest asset. Then people management is the most important functions managed by the HR department. HR department ന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പീപ്പിളിനെ മാനേജ് ചെയ്യാന്നുള്ളത്. ദി പ്രൈമറി ജോബ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM ടീമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞാൽ കീപ് ബിൽഡിംഗ് ദി പൂൾ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ, നമ്മൾ ഫിനാൻസ് പറയുന്ന പോലെ തന്നെ ആളുകളുടെ ഒരു ക്യാപിറ്റലിനെ സേവ് ചെയ്യണം ഫോർ ദി വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ ടു സെലക്ഷൻ ഓഫ് റൈറ്റ് കാൻഡിഡേറ്റ് ഫോർ റൈറ്റ് ജോബ്. യഥാർത്ഥത്തിലുള്ള കാൻഡിഡേറ്റിനെ യഥാർത്ഥത്തിലുള്ള ജോബിലോട്ട് എയിം ഫോർ ചൂസിങ് ഹയറിംഗ് റൈറ്റ് പേഴ്സൺ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഫോർ റൈറ്റ് ജോബ് അറ്റ് എ റൈറ്റ് ടൈം. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് ജോബ് അറ്റ് എ റൈറ്റ് ടൈം അപ്പോയിൻമെന്റ് ചെയ്യണം. അതാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നതിന്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആണ്. അല്ലെ, നമുക്കറിയാം ലോട്ട് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ പീപ്പിൾ അവൈലബിൾ ആയിരിക്കും.
ആയിരിക്കും. അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം നമുക്ക് എവിടേക്ക് സെലക്ട് ചെയ്യാൻ, നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് സെലക്ട് ചെയ്യാൻ. ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് പ്രോസസ് അല്ലെ. നമുക്കറിയാം അവരെ കൊണ്ട് അട്രാക്ട് ചെയ്യിച്ച് അപ്ലൈ ചെയ്യിച്ച് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യിച്ച് ജോയിൻ ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ആൻഡ് ഫുള്ളി പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, meaning recruitment actually means way to search for, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം, search for future employees. അതായത് ഇറ്റ് ഈസ് എ വേ ടു സെർച്ച് ഫോർ ഫ്യൂച്ചർ എംപ്ലോയീസ്. നമ്മൾ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓഫ് ഓർഗനൈസേഷൻ സ്റ്റിമുലേറ്റ് ക്വാളിഫൈഡ് എംപ്ലോയീസ് ഫോർ ദി അപ്ലൈയിങ് ജോബ്. നമ്മുടെ ഓർഗനൈസേഷനോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മീൻസ് എ വേ ടു സെർച്ച് ഫോർ ദി ഫ്യൂച്ചർ എംപ്ലോയീസ്. ഫ്യൂച്ചർ എംപ്ലോയീസിനെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെർച്ച് ചെയ്യുന്ന വേ ആണ്. ബട്ട് വി ആർ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ക്വാളിഫൈഡ് പീപ്പിൾ ടു അപ്ലൈ ഫോർ ദി ജോബ്. ഇറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് എ പൂൾ ഓഫ് ജോബ് സീക്കേഴ്സ്. ഈ റിക്രൂട്ട്മെന്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കുറേ ജോബ് സീക്കേഴ്സിനെ കണ്ടുപിടിക്കാൻ കഴിയും അല്ലെ. നമുക്കറിയാം ആഡ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ പറയുന്ന ഒരു ലിമിറ്റഡ് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ നിന്നല്ല കുറേ വൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യും കിട്ടുന്നുണ്ടായിരിക്കും. ദാറ്റ് ജോബ്സ് ആൻഡ് ഇംപ്രൂവ് ദി സ്കോപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓഫ് ബെറ്റർ എംപ്ലോയീസ്. അപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആകും ത്രൂ ദീസ് ജോബ് സീക്കേഴ്സിനെ അല്ലെ. നമുക്കറിയാം കുറേ ആൾക്കാരെ കിട്ടിയിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യുന്നു, ഒന്നോ രണ്ടോ ആൾക്കാരിൽ നിന്ന് ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യുന്നു തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം ത്രൂ ദി റിക്രൂട്ട്മെന്റ് അല്ലെ. നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ പൂൾ ഓഫ് ജോബ് സീക്കേഴ്സിനെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ റിക്രൂട്ട്മെന്റ് ആക്ച്വലി മീൻസ് വേ ടു സെർച്ച് ഫോർ ഫ്യൂച്ചർ എംപ്ലോയീസ്. നമ്മൾ ഫ്യൂച്ചർ എംപ്ലോയീസിനെ കണ്ടുപിടിക്കുന്ന ഒരു വേ ആണ്. ദെൻ കണ്ടുപിടിക്കുക മാത്രമല്ല, സ്റ്റിമുലേറ്റ് ക്വാളിഫൈഡ് പീപ്പിൾ ടു അപ്ലൈ ദി ജോബ്. ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം റിക്രൂട്ട്മെന്റിന്റെ ആഡ് കൊടുക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൽ ഇവൻ ഏത് ആഡിൽ നോക്കിയാലും അറിയാം ആ ഒരു ജോബിന്റെ ബെനിഫിറ്റും അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സാലറി ഇത്ര റേഞ്ചിലാണ്, ഇതിനൊക്കെ അലവൻസ് ഉണ്ട്, ഇൻസെൻറ്റീവ്സ് ഉണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജോബ് സീക്കേഴ്സിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് എ റിക്രൂട്ട്മെന്റ്. Then recruitment actually brings together the people who are qualified and looking for job and the org which are searching for prospective employees. ഇതെന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരെയും എന്ത് ചെയ്യുന്നത് ബ്രിങ്ങിങ് ടുഗദർ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ത്രൂ റിക്രൂട്ട്മെന്റ് എന്നത്. ദെൻ എഡ്വിൻ ബി ഫ്ലിപ്പോയിന്റ് സിമ്പിൾ ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. റിക്രൂട്ട്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈയിങ് ഫോർ ദി ജോബ് ഇൻ ദി ഓർഗനൈസേഷൻ. പ്രോസ്പെക്റ്റീവ് ആയിട്ട് കാലിബർ ഉള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പ്രോസസ് ഓഫ് സെർച്ച് ചെയ്യുന്നു. നമ്മൾ അങ്ങനെയുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിക്കുകയും അതായത് ദെൻ അവരെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ്, പിന്നെ എന്ത് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, അപ്ലൈ ഫോർ ദി ജോബ്. അപ്പോൾ prospective employees nu vendi searching for prospective employees and stimulating them to apply for the job in the organization le job lotte vendittu nammal avare endu cheyunu stimulate cheyunu. That's a definition. Recruitment process of searching for prospective employees and stimulating them to apply for the job in the organization. Importance of a recruitment. The following point will help to understand the importance of a recruitment. It is a process of important to encourage and attract candidates and get ample amount of application for the job vacancies. Recruitment എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യുന്നു, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുക. സോ വി ഗോട്ട് ആംബിൾ എമൗണ്ട്, നമുക്ക് കുറേ എൻ നമ്പർ ഓഫ് ജോബ് സീക്കേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും ത്രൂ റിക്രൂട്ട്മെൻറ്റിൽ കൂടി. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് വേ ടു ക്രിയേറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പ്രോസസ് ഇമ്പോർട്ടൻറ്റ് ടു എൻകറേജ് ആൻഡ് അട്രാക്ട് ദി കാൻഡിഡേറ്റ് എന്ന് വേണമെങ്കിൽ എഴുതിയാലും മതി. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് വേ ടു ക്രിയേറ്റ് ഇൻഫർമേഷൻ പൂൾ അബൌട്ട് ദി പ്രോസ്പെക്റ്റീവ് who are suitable for the talent
of the effective way to create information pool about the prospective candidate who are suitable for the talent needed of the organization. ഇതിൽ കൂടി നമുക്ക് എന്ത് കിട്ടുന്നു? കുറേ എംപ്ലോയീസിന്റെ ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് അല്ലേ? നിങ്ങൾക്കറിയാം അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ കുറേ എംപ്ലോയീസ് എന്ത് ചെയ്യും? ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് വേ ടു ക്രിയേറ്റ് എന്താണ്? ക്രിയേറ്റ് ഇൻഫർമേഷൻ pool about the prospective candidates. Next, it is a very important step in planning and analyzing about the present and future manpower requirement of the organization. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പ്രസന്റിലെയും ഫ്യൂച്ചറിലെയും മാൻ പവർ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് ഡിസൈഡ് ചെയ്യാൻ അല്ലേ? നമുക്കറിയാം ഓർഗനൈസേഷനിൽ നമ്മൾ പുതിയ എംപ്ലോയീസിനെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന എപ്പോഴാണ്? ആളുകൾ ഇല്ല എന്ന് കാണുമ്പോൾ. അപ്പം ഫ്യൂച്ചറിലോട്ട് എത്ര ആവശ്യമുണ്ടെന്നൊക്കെ നമ്മൾ എവിടെ വെച്ച് തീരുമാനിക്കും? പ്രസന്റിലെയും ഫ്യൂച്ചറിലെയും ഒക്കെ ഇൻഫർമേഷൻ നമ്മൾ എവിടെ വെച്ച് തീരുമാനിക്കും? ത്രൂ ദിസ് പ്രോസസ്. ദെൻ ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഫ്യൂച്ചർ എംപ്ലോയീസ്. അതുപോലൊക്കെ എന്ത് ചെയ്യും? ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ഈ എംപ്ലോയീസുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കും അല്ലെ? ഈ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള ഒരു ഗ്യാപ്പ്, നമുക്ക് തീരെ അറിയില്ലാത്ത ആളെന്നുള്ള ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം, നമ്മൾ ഒരു ജോബിന്റെ ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ ആരെങ്കിലും ആയിട്ട് നമ്മളൊരു കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും പോരുക. അപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചും നമ്മൾ അപ്ലൈ ചെയ്ത സമയത്തൊക്കെ പിന്നീട് സെലക്ട് ചെയ്ത സമയത്തൊക്കെ നമ്മൾ ചോദിക്കും, നിങ്ങൾ ആർക്കെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ആ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ കഴിയുന്നുണ്ടായിരിക്കും ത്രൂ ദാറ്റ് റിലേഷൻഷിപ്പ് അല്ലേ? നമുക്കറിയാം, നമ്മളെ ഇന്റർവ്യൂ നടത്തിയവരെയൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടായിരിക്കും, ഓര് നമ്മളെ ഓർത്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ആ ഒരു ഗ്യാപ്പ് നമുക്ക് അതിൽ കൂടി എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ. Next, it is a less expensive gathering information about talent manpower in the industry. നമുക്ക് ഏറ്റവും ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എങ്ങനെയാണ്? കുറേ ആളുകളുടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതായത് ടാലന്റഡ് ആയിട്ടുള്ള കുറേ ആളുകളുടെ ഇൻഫർമേഷൻ ത്രൂ ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെസ് എക്സ്പെൻസീവ് ആയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. ഒരാളുടെ ഇന്റർവ്യൂ നടത്തണമെങ്കിലും 10 ആളുടെ ഇന്റർവ്യൂ നടത്തണമെങ്കിലും എന്താണ്? നമുക്കൊരു ഇന്റർവ്യൂ ബോർഡ് മതിയായിരിക്കും അല്ലെ? അങ്ങനെ നമുക്ക് എക്സ്പെൻസ് ചുരുക്കാം. ടു ഹെൽപ്പ് ടു ഇംപ്രൂവ് ദി സെലക്ഷൻ പ്രോസസ് അല്ലെ? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സെലക്ഷൻ പ്രോസസ് എന്ത് ചെയ്യുന്നു? ഈസി ആക്കുന്നു. ഇറ്റ് റെഡ്യൂസ് ദി ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ടേൺ ഓവർ കുറയ്ക്കുന്നു. എങ്ങനെയാണ് എംപ്ലോയീസിന്റെ ടേൺ ഓവർ കുറയ്ക്കുന്നത്? ഡ്യൂ ടു കറക്റ്റ് മാച്ചിങ് ഓഫ് എ എംപ്ലോയീസ്. അതായത് ഏറ്റവും മാച്ച് ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവർ പിരിഞ്ഞു പോവുകയില്ല, അവർ ആ ജോബിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ദി ഓർഗനൈസേഷൻ മീറ്റ് സോഷ്യൽ ആൻഡ് ലീഗൽ ഒബ്ലിഗേഷൻ. അതായത് സോഷ്യൽ ആൻഡ് ലീഗൽ ഒബ്ലിഗേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുമ്പോൾ എല്ലാവിധ ലോസും നിയമങ്ങളും റെഗുലേഷൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് സോഷ്യൽ ആൻഡ് ലീഗൽ ഒബ്ലിഗേഷനും നമുക്ക് എന്ത് ചെയ്യാൻ? കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും. It reduces the appropriate candidate through the different channels of recruitment. Appropriate, it determines the appropriate candidate through different channels of recruitment. നമുക്ക് പല ചാനൽസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഏറ്റവും അപ്രോപ്രിയേറ്റ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യാം? ഡിറ്റർമൈൻ ചെയ്യാം, തീരുമാനിക്കാം. It helps to organization to create different sources of it helps to organization to create different sources of attracting the right candidate for the right profile, or create different sources of attracting അല്ലെ? പല സോഴ്സസ് ഓഫ് അട്രാക്ടിങ് നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റൈറ്റ് പേഴ്സണെ ജോബിലോട്ട് അട്രാക്ട് ചെയ്യുക അല്ലെ? നമുക്കറിയാം പലതരത്തിലുള്ള എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള സോഴ്സ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്യും? പല ഇതിൽ റിക്രൂട്ട്മെന്റിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ അട്രാക്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇറ്റ് ഈസ് എ ലെസ് എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഇംപ്രൂവ് ദി സെലക്ഷൻ പ്രോസസ്. നിങ്ങൾക്കിത് ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഇവൻ എഴുതാം. ഇറ്റ് ഈസ് എ ലെസ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത്
എഴുതാം. ദെൻ സെലക്ഷൻ പ്രോസസ്, ഇംപ്രൂവ് ദി സെലക്ഷൻ പ്രോസസ്, ഇത്ര ഡിഫിക്കൽട്ട് ഉള്ളവർ ഇത്രയും പഠിക്കാം. ടു റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ്. Then it helps to meet the social and legal obligation. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ബാക്കി ഞാൻ കൊടുത്തിട്ടുള്ളത്. It determine appropriate candidate. Then it help organization to create different sources of attracting the right candidate for the job profile. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഓക്കെ, റിക്രൂട്ട്മെന്റ് നിങ്ങൾ പഠിച്ച ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഉണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യാം നിങ്ങൾക്ക്.